ഹായ് മല്ലു ടെക്നോളജിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ മൊബൈൽ ഗെയിമിംഗ് ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റിൽ റോയൽ ഗെയിംസ് ആണ്. അപ്പോൾ PUBG, Fortnite, ഫ്രീ ഫയർ അങ്ങനെ ഒരുപാട് ഗെയിംസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലെല്ലാം. അപ്പോൾ ഈ മൊബൈലിൽ നമ്മൾ കളിക്കുന്ന ഗെയിംസ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് ഈസിയർ ആക്കാൻ വേണ്ടി ഒരുപാട് കമ്പനീസ് പലതരത്തിലുള്ള ആഡ് ഓൺസും ഗെയിം പാഡും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഗെയിം പാഡാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം പാഡ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോണും പാഡെന്ന്. അപ്പോൾ ടാബ്ലറ്റിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. മറ്റൊരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. ബാക്കിൽ ഈ ഗെയിം പാഡിൻ്റെ ഡിസൈനും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഹാൻഡിൽ വെക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്രിങ് താഴോട്ട് പ്രസ് ഡൗൺ ചെയ്തിട്ട് ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ മൊബൈലൊന്ന് പുഷ് ചെയ്താൽ നമുക്ക് ഇത് ഗെയിം പാഡ് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ മുകളിൽ അടിയിൽ ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ മുകളിൽ നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ താഴത്തെ ആ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിം പാഡ്. നല്ല കയ്യിലെടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നല്ലൊരു ഗ്രിപ്പി ഫീല് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞ സ്പ്രിങ്. ഇതൊന്ന് പുഷ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഏരിയ ഉണ്ട്, നമുക്ക് ടാബും വയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്, ഫുൾ ചൈനീസാണ്. അപ്പോൾ ഇത് ട്രിഗറാണ്. ഇത് നമുക്ക് ഫയറിന് അല്ലെങ്കിൽ സൂം ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഗെയിമിൽ ഏതെങ്കിലും രണ്ട് കീസിന് സെപ്പറേറ്റ് ആയിട്ട് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ കീസാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോണിലൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രണ്ട് ബട്ടണൊന്ന് റീമാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂഷ്വലി എല്ലാവരും ഫയറും സൂമാണ് വെക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഇങ്ങനെ പുഷ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഫോണിലൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ആദ്യം ഈ ഗെയിം പാഡിൽ ഒന്ന് വെച്ച് നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന സാംസങ് ഗാലക്സി നോട്ട് 9 ആണ്. ഇതിൻ്റെ ബെസൽസ് എല്ലാം നല്ല ചെറുതാണ്. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ ബെസൽസുള്ള ഫോണുകൾക്കെല്ലാം ഇത് കുറച്ച് പാടായിരിക്കും. മാത്രമല്ല ടാബ്ലറ്റ്സിലും ചെറിയ ബസ്സിലാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് ലൂസാക്കി കറക്റ്റാക്കാം. ഇപ്പോൾ കറക്റ്റാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഫോൺ അത്ര സെക്യൂർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ട്രിഗർ വെച്ചിട്ടില്ല. നമുക്ക് കീയൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം ട്രിഗർ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ബസ്സിൽ നല്ല ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്രിപ്പിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രെയിനിങ് സെഷൻ എടുത്തിട്ട് ഒന്ന് ആ ഒരു ട്രിഗർ വെച്ചിട്ട് നമുക്കൊന്ന് ഫയറൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ട്രിഗർ വെക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് മുകളിലായിട്ട് ഒന്ന് പുഷ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ആ പൊസിഷൻ നമുക്കൊന്ന് നോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ആ ഒരു പൊസിഷനിലായിരിക്കണം നമ്മുടെ കീസ് വെക്കേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് ട്രിഗർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോയ്സ്റ്റിക്ക് കണക്കായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രാ ഫിസിക്കൽ ബട്ടൺസ് കിട്ടുകയാണ്. അപ്പോൾ ഇനി സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് റീമാപ്പ് ചെയ്യണം നമ്മുടെ കൺട്രോള്. അപ്പോൾ ഞാൻ കൺട്രോൾസ് എല്ലാം റീമാപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ട്രിഗർ ഒന്നേന്ന് കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ഗൺ എടുത്തിട്ട് എങ്ങനെയാണ് സൂമിങ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്നൈപ്പറാണ്. നമുക്ക് സ്നൈപ്പറിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഒരു സ്കോപ്പും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ സ്നൈപ്പറും ടെസ്റ്റ് ചെയ്യാം.
അപ്പോൾ നല്ല ഫ്ലൂയിഡായിട്ട് വർക്കാവുന്നുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ട്രൈ ആണിത്, എന്നിട്ടും എനിക്ക് എന്തോ നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്താൽ എന്തായാലും നമ്മൾ നോർമൽ കളിക്കുന്നതിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. എനിക്ക് മൊബൈലിൽ ഞാൻ കുറച്ച് നാളായി കളിച്ചിട്ട്, എന്നിട്ടിപ്പോൾ കളിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ആ കീസെല്ലാം കറക്റ്റ് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നോർമൽ റൈഫിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ റീകോയിൽ കൂടുതലാണ് AKM-നെല്ലാം, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് നോർമലായാലും നമുക്കുണ്ട്, പക്ഷേ ഇത് നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ഗ്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സൈഡിലുള്ള കീസെല്ലാം ജസ്റ്റ് ഒന്ന് റീമാപ്പ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രിപ്പ് ഇരിക്കുന്ന ആ പൊസിഷനിൽ ടച്ച് ചെയ്യാൻ കുറച്ച് പാടാണ്. മാത്രമല്ല ഈ ഒരു ട്രിഗർ നല്ല റെസ്പോൺസീവാണ്. നമ്മൾ ഈ നോർമൽ ടച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു സെയിം റെസ്പോൺസ് തന്നെ ഇത് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ട്രിഗറിനകത്തുള്ളതൊരു സ്മൂത്തായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലും സ്ക്രാച്ച് വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇത് എൻ്റെ ഒരു ടാബാണ്. ഇതിലധികം റാമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ PUBG നമുക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ബെസൽസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം പാഡ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ വെക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ട്രിഗർ മുകളിലാണ് വെക്കുന്നത്. ഇത് ചില ടാബിൻ്റെ സൈഡിൽ വെക്കാം. ഈ ഒരു ടാബിൻ്റെ മുകളിലും താഴെയുള്ള ബെസൽ നല്ല വലുതായതുകൊണ്ട് ആ ഒരു ടച്ച് പൊസിഷൻസ് സ്ക്രീനിനുള്ളിലോട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ആ ലെഫ്റ്റ് ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ആ ലെഫ്റ്റിലെ നോട്ടിഫിക്കേഷൻ ചെറുതായിട്ട് താഴോട്ട് വരുന്നുണ്ട്. റൈറ്റ് ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റിലെ നോട്ടിഫിക്കേഷൻ ചെറുതായിട്ട് താഴെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു 3 ഗെയിം പാഡിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത പ്രൈസിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. 3 ടൈപ്പായിട്ടുള്ള ഗെയിം പാഡ്സാണ്. നിങ്ങൾക്ക് ഏതാണ് മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്